ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ഇടുന്നത്. ഡെയിലി വീഡിയോ ഇടുന്നതെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. വർക്കിൻ്റെ ബിസി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വീഡിയോ ഇടുന്നത് നടക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ, ഞാനിന്ന് AS ചാനലില്ലേ, എന്താ ആളുടെ പേര്, ഫാത്തിമ ശ്രീജ എന്നും ചിലർ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആളുടെ ചാനലിൽ ഞാൻ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടപ്പം ഞാൻ ജസ്റ്റ് കയറിയ സമയത്ത് ഞാൻ ആൾക്കൊരു കമൻ്റ് ഇട്ടു. കമൻ്റ് ഇട്ടേറെ ആൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. എന്നോട് ചോദിച്ചു, ഈ ചാനലിൻ്റെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചത് രായമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയല്ലേന്നാ. ഞാൻ ഫസ്റ്റ് തന്നെ AS ചാനലിൻ്റെ ഓണർ ആയിട്ടുള്ള ആളോട് ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരാളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഓരോ കാര്യത്തിലും എന്താണോ തോന്നുന്നത്, കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്ന നിലപാടുകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഒരു പുതിയ ചാനലാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് വ്യൂസോ ഒന്നുമുള്ള ഒരു ചാനലല്ല. എങ്കിലും നമുക്കിപ്പോൾ ഒരു കാര്യം തോന്നുമ്പോൾ നമുക്ക് പറയണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, കുഞ്ഞു കാര്യങ്ങളൊക്കെ. അത് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാൻ ബീൻ ഫാമിലിയെയോ അല്ലെങ്കിൽ ഷെഫീന ബീവിയെയോ നജിലയെയോ ഒരാളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലല്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു കാര്യം ആളോട് തന്നെ ലൈവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ബീൻ ഫാമിലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ നെജിലക്കെതിരെ വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത്, നെജില ഷാൻ ഫാമിലിയിലെ ഷാനിന്റെ ലൈവ് കണ്ടിട്ടാണ്. അല്ലാണ്ട് നെജിലക്ക് എത്ര ഹസ്ബൻഡ്സ് ഉണ്ട്, ഓരോ മക്കളും ഓരോ ഭർത്താക്കന്മാരിലാണെന്നുള്ളതോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ആളുടെ പേഴ്സണൽ ലൈഫാണ്. നെജിലയോട് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന വിദ്വേഷങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് മക്കളെ വെച്ച് നടത്തിയ പിരിവാണ്. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ആള് ഒരു പ്രശ്നം വന്ന സമയത്ത് ആളുടെ മകളുടെ ഭാഗത്ത് നിൽക്കാണ്ട് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നു. ആളുടെ മകളുടെ ഭാഗത്ത് നിൽക്കാണ്ട് ആളുടെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നു. അതെനിക്ക് തീരെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ജസ്റ്റ് മകൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലായിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ അത് സത്യമായിരിക്കും. എങ്കിലും നമുക്ക് നമ്മുടെ മക്കളായിരിക്കല്ലോ വലുതെന്നുള്ള ആ ഒരു തോട്ടായിരുന്നു. കാരണം ഞാനും ഒരു ഉമ്മയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ, എനിക്ക് തീരെ അവരുടെ ചാനൽ, ഞാൻ ഒരിക്കലും അവരുടെ ചാനൽ ആരും കാണരുതെന്നോ ആരും ലൈക്ക് ചെയ്യരുതെന്നോ ആരും സബ്സ്ക്രൈബ് ചെയ്യരുതെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ, ആ നജിലയുടെ ഹസ്ബൻഡ് പറയുന്ന ഓരോ വേർഡും ഓരോ തെറിയും നമുക്ക് ഫാമിലിയായി കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു വ്യക്തി എന്നോട് തിരിച്ചു ചോദിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി തെറി പറയാറില്ലേ എന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ബീനിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഒരുപാട് ലൈവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ട വീഡിയോസിലോ ലൈവിലോ ആള് തെറി പറയുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ആള് പറഞ്ഞിട്ടുണ്ടാകാം, കാരണം ഞാൻ എല്ലാ വീഡിയോയും റെഗുലർലി വാച്ച് ചെയ്യുന്ന ഒരാളല്ല. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആള് തെറി പറയാറില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്നോട് അസൂറ ഈ AS ചാനലിട്ട് ഫാത്തിമ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ബീൻ ഫാമിലിയെ ബീനിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചിട്ട് അതിന്റെ മറുപടി എന്താണെന്നൊന്ന് നോക്ക്. അവർ മറുപടി ഇതിന് പറയത്തില്ലാന്ന്. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം, ആൾ എന്താ പറയുന്നതെന്ന് ഞാൻ കേട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ആൾ അതിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബീൻ ഫാമിലിയിലെ അസൂറ ബീവി, ആ വ്യക്തിയെ എനിക്കറിയില്ല, ആ വ്യക്തിയുടെ ചാനൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അസൂറ ബീവിയെ പറ്റി വളരെ മോശമായി പറയുകയും അസൂറ ബീവിയുടെ മകളുടെ ഭർത്താവ് ഇക്കാരണത്താൽ മകളെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ബീനോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ പക്ഷത്ത് അങ്ങനെ വെറുതെ ഒരു കാര്യം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാമിലിയിലെ ബീൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 6 മക്കളുടെ ഒരു ഉമ്മയല്ലേ. അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രൂഫ് ഇതിനുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ പറയണം. ഞാൻ പ്രൂഫ് കാണിക്കാനൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്കും കോടതിയിലൊക്കെ പോയി തെളിയിച്ച് അങ്ങനെ പോകാനുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പം നിങ്ങളുടെ ഭാഗത്തുള്ള പ്രൂഫ്, ഇതിന്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു സൈഡ് ഉണ്ടാവില്ലേ, ആ ഒരു സൈഡ് നിങ്ങൾ പറയണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു റിക്വസ്റ്റ് ആണിത്. കാരണം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ.
ഞാനും ഒരു പെൺകുട്ടിയുടെ മാതാവാണ്. അപ്പം നമ്മളില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്പോയിലായെന്ന് ഒരു വ്യക്തി നമുക്കെതിരെ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള അതിന്റെ മറുപടി എന്താണെന്ന് കേൾക്കാൻ എന്നെ പോലെ നിങ്ങളെ കേൾക്കുന്ന ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു മറുപടി ഞാൻ ഇതിന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവര് ദീന് വിശ്വസിച്ചിട്ടുണ്ടോ, അവർ അറബി പഠിച്ചിട്ടുണ്ടോ, അവർ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി. പ്രിയ സഹോദരി, ബീൻ എൻ്റെ ആരുമല്ല, ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ട ഒരു വ്യക്തി മാത്രമാണ്. എന്നിട്ടും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ അസൂറ ബീവിയുടെ മകളുടെ ഒരു ക്വസ്റ്റ്യൻ ബീനിനോട് ചോദിക്കാനുള്ള ഒരു കാരണം, ഞാനും ഒരു പെൺകുട്ടിയുടെ ഉമ്മയായതുകൊണ്ടാണ്. അത് മാത്രമല്ല, ബീനിന്റെ മകൾക്കെതിരെ നിങ്ങൾ നടത്തിയ ഒരു ആരോപണത്തിന് അവൾക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് മാത്രമാണ്. ബാക്കി ബീനിന്റെ ദീൻ ഏതായാലും, നാട് ഏതായാലും, ജാതി ഏതായാലും, നിറം ഏതായാലും അത് എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല. അതെനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല. അപ്പം എൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബീൻ ഈ വീഡിയോ കാണുമെന്നും ഇതിനൊരു മറുപടി തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.